ഇപ്പോൾ സമയം 8 മണി. അരമണിക്കൂർ കൊണ്ട് അതിവേഗ വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. 2 പേർ കൊല്ലപ്പെട്ടു. കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. കശുവണ്ടി ശേഖരിക്കാൻ പോയ വെള്ളിയെയും ഭാര്യ ലീലയെയുമാണ് കാട്ടാന കൊന്നത്. ലീലയ്ക്ക് 68 വയസ്സായിരുന്നു. ആറളം ഫാം 13-ാം ബ്ലോക്ക് കരിക്കൻമുക്കിലാണ് സംഭവം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരണം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവതി മരിച്ചു. കുഞ്ഞിലാരി സ്വദേശി ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ ചികിത്സയിലായിരുന്നു. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. വിവാദ പരാമർശം ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധിയെന്നും തരൂർ. പാർട്ടിക്ക് മികച്ച നേതൃത്വമില്ലെന്നും വിമർശനം. ശശി തരൂർ കോൺഗ്രസ് വിടുമോ എന്ന് ഊഹാപോഹം. CPIMലേക്കോ BJPയിലേക്കോ എന്നും ചർച്ചകൾ. കോൺഗ്രസിനെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIMും ഉന്നയിച്ച വിമർശനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിനും പറയേണ്ടി വന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്നും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ശശി തരൂരിന്റെ പ്രസ്താവന രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപ് നടത്തിയതാണെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടിക്ക് അനിവാര്യനായതുകൊണ്ടാണ് തരൂരിനെ MPയും കേന്ദ്രമന്ത്രിയുമാക്കിയതെന്നും രമേശ് ചെന്നിത്തല. ശശി തരൂരിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തരൂരിന്റെ സേവനം കോൺഗ്രസിന് ആവശ്യമാണെന്നും കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധി ഇല്ല എന്നും K മുരളീധരൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. പട്ടികയിൽ 81 കുടുംബങ്ങൾ. ടൗൺഷിപ്പിൽ ഇതോടെ 323 കുടുംബങ്ങളായി. 2ാം ഘട്ട പട്ടികയിൽ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരും ഉൾപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ഘടിപ്പിച്ച് ദുരന്തബാധിതർ തുടങ്ങിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം. ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടിയും കഞ്ഞിവെച്ചുമായിരുന്നു പ്രതിഷേധം. ബെയിലി പാലത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് തടഞ്ഞു. വയനാട് പുനരധിവാസ വിഷയത്തിൽ 5 സെന്റ് ഭൂമിയിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുമോ എന്ന സാഹചര്യം പരിശോധിക്കുന്നുണ്ടെന്ന് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി K രാജൻ. അതിനേക്കാൾ കൂടുതൽ ഭൂമി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നടത്തിക്കൊടുക്കുമെന്നും ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി. തെലങ്കാന നാഗർ കുർണൂൽ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം നിർണായക ഘട്ടത്തിൽ. ദൗത്യസംഘം ടണൽ തകർന്നു വീണ ഇടത്തിന് തൊട്ടടുത്തെത്തി. കുടുങ്ങിക്കിടക്കുന്നവരുമായി ലൗഡ് സ്പീക്കറിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. തുടർന്നുള്ള നീക്കങ്ങൾ ജാഗ്രതയോടെയെന്ന് സംഘം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ പാർക്കിൻസൺ രോഗിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ആഹാരം നൽകാനെത്തിയ മരുമകളാണ് പോലീസിനെ വിവരമറിയിച്ചത്. അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. മിസോറാം സ്വദേശി VL വലന്റൈനാണ് മരിച്ചത്. കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അനിയൻ ചേട്ടനെ കഴുത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പ്രസന്നൻ എന്ന ആളാണ് മരിച്ചത്. സംഭവത്തിൽ അനിയൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അരളിക്കോണം സ്വദേശി രേസി. സംഭവത്തിൽ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെയാണ് ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ റിട്ടയേർഡ് ASI മനോഹരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. 2021 കേസിനാസ്പദമായ സംഭവം. തൃശൂർ ചാലക്കുടി പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. തുടർന്ന് മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശി ജിബിനാണ് മരിച്ചത്. ചാലക്കുടി കൂടപ്പുഴ തടയണയ്ക്ക് താഴെയായിരുന്നു അപകടം. അഗ്നിശമന സേനയെത്തി നടത്തിയ തിരച്ചിലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബാറിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. പെരുമ്പഴുതൂർ സ്വദേശി സാജനാണ് പിടിയിലായത്. ബാറിലെ ആക്രമണത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റിരുന്നു.
വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിൽ അയൽവാസിയുടെ തല അടിച്ചു തകർത്തു. പുറമണ്ണൂർ സ്വദേശി നാസറിനാണ് പരിക്കേറ്റത്. അടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നാസർ ആശുപത്രിയിൽ ചികിത്സ തേടി. വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്രിസ്തുമസ് പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർച്ച കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO ഷുഹൈബ് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നീക്കം. ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായെങ്കിലും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല എന്ന് ക്രൈംബ്രാഞ്ച്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചവരെ ചോദ്യം ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസും NIAയും. ട്രെയിൻ അട്ടിമറിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ സമ്മതിച്ചതായി സൂചന. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി. ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 2 ആഴ്ച പിന്നിട്ടു. സർക്കാർ ഇതുവരെയും ഒരു തീരുമാനത്തിലും എത്തിയില്ല. മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് ആശാപ്രവർത്തകരുടെ ആവശ്യം. ആശാപ്രവർത്തകർ സർക്കാരിനോട് തങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് എന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തർ MP. സമരത്തിന് മഹിളാ കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും JB മേത്തർ. ആരോഗ്യമന്ത്രിക്ക് മനസാക്ഷിയില്ലേ എന്നും ആശാപ്രവർത്തകർ 7000 രൂപയ്ക്ക് എങ്ങനെ ജീവിക്കുമെന്നും JB മേത്തർ. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ തീപ്പന്തം നാളെ നടക്കും. ആശാപ്രവർത്തകർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. ആശാപ്രവർത്തകരെ സമരം അവസാനിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. വിയപുരം മണ്ഡലം മേൽപ്പാടം 5-ാം വാർഡ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ചിതറയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് തോട്ടുമുക്ക് സ്വദേശി സജിത്ത്. സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് തെറിച്ചു വീണ സജിത്തിന്റെ ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങുകയായിരുന്നു. വൈകിട്ടായിരുന്നു സംഭവം. പാലക്കാട് തൃത്താലയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും പൊന്നാനി പട്ടാമ്പി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കടവല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. കടവല്ലൂർ സ്വദേശി മുഹമ്മദ് ഹനീഫയ്ക്ക് പരിക്കേറ്റു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. വടകര വളയം സ്വദേശി അമലാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം കള്ളിക്കാട് ബാർബർ ഷോപ്പിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആര്യനാട് സ്വദേശി റജിയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. വാടകയ്ക്ക് താമസിച്ചിരുന്ന മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ എറവ് ആറാങ്കല്ലിൽ അടിപിടിക്കിടെ തലയടിച്ച് നിലത്ത് വീണ മധ്യവയസ്കൻ മരിച്ചു. പുളിക്കത്തറ വീട്ടിൽ മോഹനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രദേശവാസികളായ 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം എടക്കരയിൽ മരം മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് ഒരാൾ മരിച്ചു. എടക്കര സ്വദേശി ഷിബുവാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. അപകടത്തിന് പിന്നാലെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എറണാകുളത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി. തൃക്കാക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും യുവതി ആരോപിച്ചു. കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം RTO ജേഴ്സൺ ഭൂമി വാങ്ങി കൂട്ടിയതായി വിജിലൻസ്. 4 ഇടങ്ങളിൽ ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. മൂന്നാറിലടക്കമാണ് ജേഴ്സൺ ഭൂമി വാങ്ങിയിട്ടുള്ളത്. ജേഴ്സന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. താൽക്കാലിക പെർമിറ്റിന് വേണ്ടി സ്വകാര്യ ബസ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിലാണ് RTO ജേഴ്സൺ പിടിയിലായത്. തൃശൂർ ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആമ്പല്ലൂർ കവലയിലെ അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു അപകടം.
തൃശൂർ മാള കുഴൂർ പഞ്ചായത്തിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാള സൊക്കാർസോ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയാണ് മരിച്ചത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ കുട്ടിയെ ഉടനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊച്ചി കാക്കനാട് സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയിയുടെ കുടുംബത്തിൻ്റെയും മരണം തൂങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മ ശകുന്തള അഗർവാളാണ് ആദ്യം തൂങ്ങി മരിച്ചത്. തുടർന്ന് മൃതദേഹം അഴിച്ച് താഴെ കെട്ടിയ ശേഷം തുണികൊണ്ട് മൂടി പൂക്കൾ വിതറി. അതിനുശേഷം അനീഷും സഹോദരി ശാലിനിയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. തൃശൂർ കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. 23 കിലോ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂർ പുത്തൂർ അമ്പലക്കടവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ എസൻപുരം സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. പുത്തൂരിൽ ആനപ്പാപ്പാനായി ജോലി നോക്കിക്കൊണ്ടിരിക്കെയാണ് പ്രതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത്. മോഷണത്തിന് പിന്നാലെ ഇയാൾ ജോലി നിർത്തി മുങ്ങുകയായിരുന്നു. മോഷണ ശ്രമത്തിന് ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിൽ. തൗസീഫ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ സ്വദേശിയുടെ കെട്ടിടത്തിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കോഴിക്കോട് മുക്കത്ത് വീടിന്റെ ഓട് പൊളിച്ച് വൻ കവർച്ച. 25 പവൻ സ്വർണം മോഷ്ടിച്ചുവെന്ന് പരാതി. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർകോട്ട് മാല മോഷ്ടാക്കൾ പിടിയിൽ. ബദിയെടുക്ക നീർച്ചാലിൽ യുവതിയുടെ 2 ലക്ഷത്തോളം രൂപ വില വരുന്ന മാല തട്ടിപ്പറിച്ച കേസിലാണ് അറസ്റ്റ്. കർണാടക പുത്തൂർ സ്വദേശികളായ നൌഷാദ് ബി എ, ഷംസുദ്ദീൻ, അഷ്കർ അലി എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് മോഷണ മുതലും കൃത്യത്തിനായി ഉപയോഗിച്ച ബൈക്കും കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് പള്ളിയിൽ കയറി ഇമാമിന്റെ പണം അപഹരിച്ചതായി പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാരാളിമുക്ക് ജമാഅത്ത് പള്ളിയിലാണ് സംഭവം. ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ശാസ്താംകോട്ട പോലീസ് ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം രൂപയാണ് മോഷണം പോയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇന്ന് രാവിലെയുണ്ടായ വൻ തീപിടുത്തം അഗ്നിശമന സേന എത്തി അണച്ചു. മദർ ഇന്ത്യ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് നിഗമനം. മലപ്പുറം കോവിലകത്ത് മുറി ജനവാസ മേഖലയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് മറികടന്ന് കാട്ടാന. വീടുകളിലെ വാഴയും ചക്കയും കവുങ്ങുകളും ആന നശിപ്പിച്ചു. പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും ഉടനെ പരിഹരിക്കാൻ വനം വകുപ്പ് ഇടപെടണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് കാട്ടാനയുടെ മുന്നിലകപ്പെട്ട ആദിവാസി യുവതിക്ക് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ വീണ് പരിക്കേറ്റു. പോത്തുകൽ അപ്പൻകാപ്പ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് പരിക്കേറ്റത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരക്കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത്. ആലപ്പുഴ കുട്ടനാട്ടിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. ചമ്പക്കുളം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് കാട്ടുപന്നിക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. തോട്ടിലൂടെ നീന്തിക്കടക്കുന്ന നിലയിലാണ് കാട്ടുപന്നിയെ ആദ്യം നാട്ടുകാർ കണ്ടത്. വിളവെടുപ്പിന് പാകമായ നെല്ലും കരകൃഷിയും പന്നികൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു കളക്ടർ. വന്യമൃഗം ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് CPIക്ക് കീഴിലുള്ള AIYF, NFIW എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P പളനിവേൽ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനിയുള്ളത്. ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അല്പസമയത്തിനകം വരും. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. പദ്ധതിക്ക് ഇനി വേണ്ടത് സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതി. റോപ്പ് വേക്ക് 4533 ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായി വരുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക്ക് വരെ 2 കിലോമീറ്ററാണ് റോപ്പ് വേയുടെ നീളം. കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി 25-ന് ജില്ലാ GST ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചാരണാർത്ഥം CPIM വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചാരണ ജാഥ പ്രയാണം ആരംഭിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KP ശങ്കരൻ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമാണ് ജാഥ പ്രചാരണം നടത്തിയത്. സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അശാസ്ത്രീയമായ ഗതാഗത നയം പിൻവലിക്കണം,
വിദ്യാർത്ഥികളുടെ കൺവെൻഷനിൽ പരിഷ്കരണം ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇടുക്കി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സമിതി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പാറയമാവ് ക്വാർട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ യോഗം തീരുമാനിച്ചു. നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കളക്ടർ നിർദ്ദേശം നൽകി. ഡൽഹി ആസ്ഥാനമായ സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം സംവിധായകയും തിരക്കഥാകൃത്തും സാമൂഹ്യ പ്രവർത്തകയുമായ ആതിര വയനാടിന്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം. അതിവേഗ വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി സ്റ്റാഫ് യൂണിയൻ 37ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MT അരുൺ അധ്യക്ഷനായിരുന്നു. തൃശൂർ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഇടം നേടി. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര കൊടുത്ത നിവേദനത്തെ തുടർന്നാണ് ക്ഷേത്രത്തെ വിനോദസഞ്ചാര വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി തൃശൂർ പാവറട്ടി MUA LP സ്കൂൾ വിദ്യാർത്ഥികൾ യാത്രയാരംഭിച്ചു. ചരിത്രം അന്വേഷിക്കുക മാത്രമല്ല, അവ ഡോക്യുമെന്ററിയാക്കി വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത് മാതൃകയാവുകയാണ് ഈ വിദ്യാലയം. പാലക്കാട് ജില്ലയിലെ ആനക്കര പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുക്കിയതോടെ സംഭരിച്ചു വച്ച ടൺ കണക്കിന് നെല്ല് നശിച്ചതായി പരാതി. ആനക്കരയിലെ കർഷകൻ കൃഷ്ണൻ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലെ വിളവെടുത്ത നെല്ലാണ് നശിച്ചത്. കുറ്റക്കാർക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൃഷ്ണൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ആദ്യ മണ്ണ് പരിശോധനാശാലയായ തിരുവനന്തപുരം പാറോട്ടുകോണത്തെ ലബോറട്ടറിക്ക് NABL അംഗീകാരം. സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത്. 3 വർഷത്തേക്കാണ് അംഗീകാരത്തിന് പ്രാബല്യം. ഇടുക്കി കരുണാപുരം വില്ലേജ് ഓഫീസ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അപൂർവ നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ TA പ്രദീപ്. പ്രഥമ റവന്യൂ അവാർഡിൽ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി പാറത്തോടിനെ പ്രഖ്യാപിക്കുമ്പോഴും വില്ലേജ് ഓഫീസർ TA പ്രദീപ് തന്നെയായിരുന്നു ഒത്തൊരുമയുടെ വിജയത്തിന് കാരണക്കാരനായത്. കരുണാപുരം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്കും ഇതേ അഭിപ്രായമാണ്. കൊല്ലം പത്തനാപുരത്ത് DYFIയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സുകൾ ശുചീകരിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പൊതുകേന്ദ്രങ്ങൾ ശുചീകരിക്കുന്ന പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി. CPIM ഏരിയ സെക്രട്ടറി H. നജീബ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഭിന്നശേഷിക്കാർക്കായി കലാവിരുന്ന് സംഘടിപ്പിച്ചു. മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിലാണ് പരിപാടി നടന്നത്. ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. മികവ് പുലർത്തിയ ഭിന്നശേഷി കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം പുരസ്കാരം നൽകി. തൃശൂർ നെടുപുഴയിൽ സ്വാതന്ത്ര്യ സമര സേനാനി കസ്തൂർബാ ഗാന്ധിയുടെ 81ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കസ്തൂർബാ ഗാന്ധി സ്മാരക ട്രസ്റ്റ് കേരള പ്രതിനിധി TS ലേഖ ടീച്ചർ പതാക ഉയർത്തി. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മർലേന ഡൽഹിയിൽ പ്രതിപക്ഷത്തെ നയിക്കും. BJP മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത്. ഇതാദ്യമായാണ് ദില്ലിയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവാകുന്നത്. ഇന്ന് നടന്ന ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള പ്രമുഖർ തോറ്റപ്പോൾ കൽക്കാജി മണ്ഡലത്തിൽ വിജയം പിടിക്കാൻ കഴിഞ്ഞത് അതിഷിക്ക് മാത്രമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ US എയ്ഡ് ഫണ്ട് ഉപയോഗിച്ചത് ആശങ്കാജനകമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആർക്കാണ് ധനസഹായം കിട്ടിയത് എന്ന് പരിശോധിക്കണമെന്നും ജയശങ്കർ പറഞ്ഞു. സർക്കാർ ഇത് പരിശോധിച്ചു വരികയാണെന്നും വിദേശകാര്യമന്ത്രി. തന്റെ സുഹൃത്ത് മോദിക്ക് US എയ്ഡ് കിട്ടിയെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ മോദി വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു. ആഡംബര ബോട്ടുകളുടെ ജീവനക്കാർക്ക് ദുബായിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വീസയ്ക്ക് അപേക്ഷിക്കാൻ സമയമായി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ മൾട്ടിപ്പിൾ എൻട്രി വീസയുടെ കാലാവധി 6 മാസമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഫോക്സ് ന്യൂസിൽ പങ്കെടുക്കാനെത്തിയ ഇലോൺ മസ്കിന്റെ ടീഷർട്ട് ജനശ്രദ്ധ നേടുന്നു. ടെക് സപ്പോർട്ട് എന്ന എഴുത്തുള്ള കറുത്ത ടീഷർട്ടാണ് മസ്ക് ധരിച്ചിരുന്നത്. മസ്കിന്റെ വൈറ്റ് ഹൗസിലെ സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചയിലാണ് മസ്കിന്റെ വസ്ത്രം ചർച്ചയായത്. ട്രംപിന് ടെക് സപ്പോർട്ട് നൽകാനാണ് താൻ ഇവിടെ എത്തിയതെന്നായിരുന്നു മസ്കിന്റെ വിശദീകരണം.
അമേരിക്കൻ മിലിറ്ററി ഓഫീസർ ജനറൽ ചാൾസ് ക്യൂ ബ്രൗണിനെ പുറത്താക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാനാണ് ചാൾസ്. വിരമിച്ച വ്യോമസേന ലഫ്റ്റനന്റ് ജനറൽ ഡാൻ റാസിൻകെയിനെ അടുത്ത ചെയർമാനായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതിനിടെ ഡോക്ടർമാർക്കും പ്രാർത്ഥനകൾക്കും നന്ദി അറിയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. കുട്ടികളിൽ നിന്ന് ലഭിച്ച കത്തുകളും ചിത്രങ്ങളും തന്നെ പ്രത്യേകം ആകർഷിച്ചുവെന്ന് മാർപ്പാപ്പ പ്രതികരിച്ചു. ഈ പ്രതികരണം ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ്. അതേസമയം മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സമുണ്ടായെന്നും കൂടുതൽ ക്ഷീണിതനാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. നടി തമന്നയുടെ വരാനിരിക്കുന്ന സിനിമയായ ഒഡെലയുടെ 2ാം ഭാഗത്തിൻ്റെ പരസ്യം നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. സുന്ദല അശോക് തേജ സംവിധാനം ചെയ്യുന്ന ചിത്രം 2022 തെലുങ്ക് ചിത്രമായ ഒഡെല റെയിൽവേ സ്റ്റേഷന്റെ തുടർച്ചയാണ്. ആദ്യ ചിത്രം ഒരു കൊലപാതക നിഗൂഢ ചിത്രം ആണെങ്കിൽ ഒഡെല 2 ഭാവനയിലേക്കും ഭീകരതയിലേക്കും പ്രേക്ഷകരെ എത്തിക്കുന്ന ചിത്രം എന്ന നിലയിലാണ് ഇറങ്ങുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന നിരവധി അഭിനേതാക്കൾ പങ്കെടുക്കുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് മോഹൻലാലും മമ്മൂട്ടിയും താടി വെച്ചുള്ള നരച്ച വേഷങ്ങളിൽ എത്തുന്നു. ചിത്രത്തിൻ്റെ ന്യൂഡൽഹിയിലെ ലൊക്കേഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നു. ഇതാദ്യമായാണ് ചിത്രത്തിൻ്റെ ചിത്രീകരണ സ്ഥലത്ത് നിന്ന് ഇരുവരും ഒരുമിച്ചുള്ള ഔദ്യോഗിക ചിത്രം പുറത്തു വരുന്നത്. മത്സരം നടക്കുന്നതിനിടെ നടൻ അജിത്തിൻ്റെ കാർ വീണ്ടും അപകടത്തിൽപ്പെട്ടു. സ്പെയിനിലെ വലൻസിയയിൽ പോർഷെ സ്പ്രിന്റ് റേസിംഗ് മത്സരത്തിനിടയിലായിരുന്നു അപകടം. അജിത്തിൻ്റെ കാർ മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. താരത്തിന് പരിക്കേറ്റില്ല. പരിക്ക് കാരണമാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കളിക്കാതിരുന്നതെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ഒരു പ്രശ്നവുമില്ല എന്നും മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഫൈനലിൽ താൻ ടീമിൻ്റെ കൂടെയുണ്ടാവുമെന്നും സഞ്ജു. തൃശൂർ തൃപ്രയാറിൽ സൗജന്യ ആരോഗ്യ പരിശീലന ക്യാമ്പ് നടത്തി. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ സഹകരണത്തോടെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറവും ചെമ്മാപ്പള്ളി ലൈഫ് കെയർ ക്ലിനിക്കും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൃശൂർ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ മുൻവശത്തുള്ള റോഡിൽ 2 ദിശാഫലക സൂചക ബോർഡുകൾ സ്ഥാപിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവക വികാരിയും ഡയറക്ടറുമായ ജോസഫ് മുരിങ്ങാത്തേരി ദിശാഫലക സൂചക ബോർഡ് അനാച്ഛാദനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ നികുതിക്കൊള്ള അവസാനിപ്പിക്കുന്നതിനും സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണ നടത്തി. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊല്ലത്ത് കടൽമണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം സമാപിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടലിൻ്റെ മക്കൾക്ക് എന്ന സന്ദേശമുയർത്തിയാണ് സമരം നടത്തിയത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിലെ സഹകരണത്തോടെയായിരുന്നു സമരം. കൊല്ലം ദേശീയപാതയിൽ കല്ലുംതാഴം കവലയിൽ ക്ഷേത്രത്തിന് മുന്നിലെ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനിടെ പകുതി ഭാഗം റോഡിലേക്ക് ഒടിഞ്ഞു വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ തെക്കുംകര പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. പുന്നമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന പരിപാടി തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തകൾ ഇതോടുകൂടി പൂർണ്ണമാവുന്നു. നമസ്കാരം.